ത്രില്ലർ സിനിമകളുടെ ഒരു ഗംഭീര ഡയറക്ടർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ജീത്തു ജോസഫ്. ദൃശ്യം, കൂമൻ അങ്ങനെ പല നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ടോറിയൽ പ്രോവസ് തെളിയിക്കുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയി മൂവി മാറുന്നില്ല. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സിക്യൂഷനൊക്കെ ഫോഴ്സ്ഡ് ആയിട്ടാണ് ഫീൽ ആയത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സിനിമ പോകുന്ന ആ ഒരു ട്രാക്കുണ്ട്. ആ ഒരു ട്രാക്കിൽ വരുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും മിക്ക കഥാപാത്രവും ആ ഒരു ഓഡിയൻസ് ആയിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ ഫീലും സംഭവങ്ങൾ നടക്കുന്നില്ല. കാരണം അത്രയും സ്പീഡിലാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ സെക്കൻഡ് ഹാഫിലൊക്കെ പോകുന്നത്. ഒന്നിന് പുറകെ വേറെ ഒരു ട്വിസ്റ്റായിട്ട് പലയിടങ്ങളിൽ വരുമ്പോഴത്തേക്കും അതൊന്നും കാര്യമായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളത് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആ ഒരു കഥാപാത്രങ്ങളുടെ ആ ഒരു എക്സിക്യൂഷൻ, അതായത് അവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊന്നും അവരെ കണ്ട് പേടി തോന്നുമോ അല്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യം തോന്നുമോ അങ്ങനെ ഒരു രീതിയിലൊക്കെ പോകാതെ അവരെ കണ്ടാൽ പാവം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാർഡ് ഡിസ്കിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ആ ഒരു ഹാർഡ് ഡിസ്ക് പ്രോട്ടഗോണിസ്റ്റ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിനേക്കാളും കൂടുതൽ വില്ലന്മാർക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിലോട്ട് നമ്മൾ പലയിടങ്ങളിൽ എത്തുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സോ ആ ഒരു ക്യാരക്ടേഴ്സ് അവരുടെ സ്ട്രഗിളാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇതൊന്നും അറിയാമെങ്കിൽ അത് അവർക്ക് കൊടുത്തേക്കും എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. സോ അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. അപർണ ബാലമുരളിയുടെയും ഹന്ന റജിക്കോഷിയുടെയും ആസിഫ് അലിയുടെയും നീറ്റ് പെർഫോമൻസ് സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ട ഒന്നാണ്. അവിടെ തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു.